2009 ആദ്യ സാംസങ് ഗാലക്സി അവതരിപ്പിച്ചു. ആൻഡ്രോയിഡ് ലോകത്തിലേക്ക് സാംസങ് കടന്നുവന്ന അതിപ്രധാന നിമിഷം. ചെറിയ സ്ക്രീനും ലളിതമായ രൂപകൽപ്പനയുമായിരുന്നു അതിന്. പക്ഷേ അതൊരു വലിയ യാത്രയുടെ തുടക്കമായിരുന്നു. 2010 ഗാലക്സി എസ് എത്തി. സൂപ്പർ അമോലെഡ് കൊണ്ടുവന്ന നിറങ്ങളുടെ പുതിയ കാലം. ആൻഡ്രോയിഡ് വിപണിയെ സാംസങ് ശക്തമായി പിടിച്ചെടുത്ത വർഷമാണിത്. 2011 ഗാലക്സി S2 ലോകമെമ്പാടും വൻ ഹിറ്റായി. അതിന്റെ സ്ലിം ഡിസൈനും ശക്തമായ പ്രകടനവും ഗാലക്സിയെ ജനങ്ങളുടെ പ്രിയ ഫോണാക്കി മാറ്റി. 2012 ഗാലക്സി S3 പ്രകൃതിയിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് നേച്ചർ UI അവതരിപ്പിച്ചു. വെള്ളത്തിലെ ഓളങ്ങളും ശാന്തമായ രൂപകൽപ്പനയും കൊണ്ട് ഗാലക്സിയുടെ ശൈലി പുതുതായി മാറിയ നിമിഷം. 2013 ഗാലക്സി S4 ജസ്റ്റർ കൺട്രോൾ, ഫുൾ HD അമോലെഡ് തുടങ്ങി നിരവധി പുതുമകൾ കൊണ്ടുവന്ന് സവിശേഷതകളുടെ ഒരു വിസ്ഫോടനം തന്നെ സൃഷ്ടിച്ചു. ആ കാലത്തെ ഏറ്റവും സാങ്കേതികത കവാർന്ന ഫോണുകളിൽ ഒന്നായിരുന്നു ഇത്. 2014 ഗാലക്സി S5 വാട്ടർ റെസിസ്റ്റൻസ് ഡിസൈൻ, ഹാർട്ട് റേറ്റ് സെൻസർ, ഫിംഗർ പ്രിന്റ് സ്കാനർ എന്നിവയോടെ എത്തി. ദൃഢത സാംസങ്ങിന്റെ മുഖഛായയായി മാറിയ കാലം അവിടെ ആരംഭിച്ചു. 2015 ഗാലക്സി S6 എഡ്ജിന്റെ ഇരുവശങ്ങളും വളഞ്ഞ ഡ്യുവൽ എഡ്ജ് ഡിസ്പ്ലേ മൊബൈൽ വ്യവസായത്തിൽ വലിയൊരു ഡിസൈൻ വിപ്ലവം സൃഷ്ടിച്ചു. ഗ്ലാസും മെറ്റലും ചേർന്ന ബോഡി അന്നത്തെ ഏറ്റവും പ്രീമിയം ലുക്കായിരുന്നു. 2016 ഗാലക്സി S7 എഡ്ജ് മികച്ച ക്യാമറ, വാട്ടർ റെസിസ്റ്റൻസ്, തിളങ്ങുന്ന പ്രീമിയം ഡിസൈൻ എന്നിവയിലൂടെ ഗാലക്സിയുടെ കൂടുതൽ പക്വതയാർന്നതും പരിഷ്കരിച്ചതുമായ രൂപം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. 2017 ഗാലക്സി S8 ഇൻഫിനിറ്റി ഡിസ്പ്ലേ അവതരിപ്പിച്ചു. ബെസലുകൾ കുറഞ്ഞ നീളമുള്ള സ്ക്രീൻ മൊബൈലുകളുടെ ഭാവിയെ നിർവചിച്ചു. സാംസങ്ങിന്റെ ഏറ്റവും വലിയ ഡിസൈൻ മാറ്റങ്ങളിലൊന്നായിരുന്നു ഇത്. 2018 ഗാലക്സി S9 വേരിയബിൾ അപ്പർച്ചർ ക്യാമറ കൊണ്ട് കുറഞ്ഞ വെളിച്ചത്തിലുള്ള ഫോട്ടോഗ്രാഫിയിൽ വലിയൊരു കുതിപ്പുണ്ടാക്കി. ക്യാമറയിൽ സാംസങ് നടത്തിയ പരീക്ഷണങ്ങളുടെ വിജയമായിരുന്നു ഇത്. 2019 ഗാലക്സി S10 പഞ്ച് ഹോൾ ഡിസ്പ്ലേയിലൂടെ പുതിയ ഡിസൈൻ ട്രെൻഡ് സൃഷ്ടിച്ചു. അൾട്രാ വൈഡ് ക്യാമറയും അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. 2020 ഗാലക്സി S20 108 മെഗാപിക്സൽ ക്യാമറ, 120 ഹെർട്സ് ഡിസ്പ്ലേ, ശക്തമായ പ്രകടനം എന്നിവയോടെ കരുത്തുറ്റതും അതിവേഗത്തിലുള്ളതുമായ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണായി ഉയർന്നു. 2021 ഗാലക്സി S21 അൾട്രാ, മാറ്റ് ഫിനിഷ്, S Pen പിന്തുണ, വലിയ ക്യാമറ സെൻസറുകൾ എന്നിവ ചേർത്ത് സ്മാർട്ട് ഫോണുകളുടെ പ്രീമിയം നിലവാരം ഉയർത്തി. 2022 ഗാലക്സി S22 അൾട്രാ നോട്ട് സീരീസിന്റെ ആത്മാവുമായി പൂർണ്ണമായി ലയിച്ചു. നോട്ട് സീരീസിന്റെ തനതായ ഡിസൈനും നൈട്രോഗ്രാഫി മികവുമെല്ലാം തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർന്നു. 2023 ഗാലക്സി S23 അൾട്രാ ഗാലക്സിക്കായുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസസർ കൊണ്ട് സ്ഥിരത, കാര്യക്ഷമത, ബാറ്ററി ലൈഫ് എന്നിവയെല്ലാം ശക്തമായി ഉയർത്തി. ഇതൊരു പരിഷ്കരിച്ചതും സുസ്ഥിരവുമായ ഫ്ലാഗ്ഷിപ്പ് ഫോണായിരുന്നു. 2024 ഗാലക്സി S24 അൾട്രാ ടൈറ്റാനിയം ബോഡി, ശക്തമായ AI സവിശേഷതകൾ, ഏറ്റവും തെളിച്ചമുള്ള ഡിസ്പ്ലേ എന്നിവയോടെ ഗാലക്സി ചരിത്രത്തിലെ ഏറ്റവും മികച്ച അപ്ഗ്രേഡുകളിലൊന്ന് അവതരിപ്പിച്ചു. 2025 ഗാലക്സി S24 കൺസെപ്റ്റ്, ഭാവിയിലെ AI പ്രോസസർ ഹോളോഗ്രാം, പൂർണ്ണമായും അതിരുകളില്ലാത്ത ഫ്രെയിം, സയൻസ് ഫിക്ഷൻ ഡിസൈൻ എന്നിവയിലൂടെ സാംസങ്ങിന്റെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് ഒരു ദൃശ്യം പോലെ അവതരിപ്പിക്കുന്നു. 2009 മുതൽ 2025 വരെ നീളുന്ന ഈ ടൈം ലൈൻ സാംസങ് ഗാലക്സിയുടെ 16 വർഷത്തെ സാങ്കേതിക പരിണാമത്തിന്റെയും പുതുമയുടെയും ശക്തമായ ഒരു കഥയാണ്. 5 മെഗാപിക്സൽ മുതൽ 200 മെഗാപിക്സൽ വരെയുള്ള ക്യാമറ യാത്ര, സാംസങ്ങിന്റെ ക്യാമറ രംഗത്തെ പരീക്ഷണങ്ങൾ എത്ര അതിവേഗം വളർന്നുവെന്ന് തെളിയിക്കുന്നു. സാധാരണ സ്മാർട്ട് ഫോൺ ക്യാമറയെ ഒരു പ്രൊഫഷണൽ നിലവാരത്തിലേക്ക് ഉയർത്തിയ യാത്രയാണിത്. ഇങ്ങനെ 2009 തുടങ്ങിയ ചെറിയ ഗാലക്സി ഇന്ന് ലോകത്തെ നയിക്കുന്ന ശക്തമായ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെ രൂപപ്പെടുത്തുന്ന ഏറ്റവും വലിയ സാങ്കേതിക പരിണാമമായി മാറി. ഓരോ മോഡലും ഒരു പുതുമയും ഒരു വഴിത്തിരിവും ഒരു സാങ്കേതിക കഥയുമാണ്.